ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഫാം വില്ലയിലാണ് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള ചാവക്കാട് എടക്കഴിയിലാണ് ഫാം വില്ലുള്ളത്. ഈ കഴിഞ്ഞ വെക്കേഷനിലാണ് കേട്ടോ ഞങ്ങൾ ഫാം വില്ലയിലേക്ക് പോയത്. വീഡിയോസൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എടുക്കണത് കൊണ്ട് ഏത് ഭാഗത്തു നിന്ന് എടുക്കണം, എങ്ങനെ അത് തട്ടിക്കൂട്ടി ഒന്നാക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും വൈകിയത്. അപ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കായിട്ട് 150 രൂപയാണ് കേട്ടോ ഇവർ ഈടാക്കുന്നത്. ഇതൊരു ജല്ലിക്കെട്ട് കാളയാണ്. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അരയന്നങ്ങളും ഇവിടെയുണ്ട്. നല്ല ഭംഗിയുള്ള അരയന്നങ്ങൾ. താറാവുകൾ തന്നെ വിവിധ തരത്തിലുള്ള താറാവുകളുണ്ട്. അതിന് സെപ്പറേറ്റ് ആയിട്ട് തരംതിരിച്ചിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു മുട്ടനാടിനെ കണ്ടില്ലേ, അതിൻ്റെ കൂട്ടിലായിട്ട് തന്നെ വേറൊരു കുഞ്ഞ് ആടും കൂടിയിട്ട് നിന്ന് ഇലയൊക്കെ തിന്നുന്നുണ്ട്. അതുപോലെ പ്രാവുകളുടെ തന്നെ വലിയൊരു ശേഖരം തന്നെയുണ്ട് കേട്ടോ. ഒരു ഫുഡൊക്കെ അടിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ കടന്ന് ചെല്ലുമ്പോൾ നമുക്ക് ആടിനും അതുപോലെ തന്നെ ജിറാഫിനും ഒട്ടകത്തിനൊക്കെ കൊടുക്കാനുള്ള ഫുഡുകൾ സെപ്പറേറ്റ് ഫുഡുകൾ നമുക്ക് അവർ വെച്ച് തരുന്നുണ്ട്. അവരെ ഫീഡ് ചെയ്യിക്കാനുള്ള ഒരു അവസരം കൂടി നമുക്ക് അവർ തരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒട്ടക പക്ഷിക്ക് തിന്നാനായിട്ട് കൊടുക്കുമ്പോൾ അതെൻ്റെ കയ്യിലൊന്ന് കടിച്ചു. എനിക്ക് പേടിയായിട്ട് കൈ വലിച്ചു. എനിക്ക് പേടിയാണ് ഇത്തരം മൃഗങ്ങളേനെയൊക്കെ, പക്ഷികളേനെയൊക്കെ. അത് കൈയിൻ്റെ അടിയിൽ നല്ല ഷാർപ്പായിട്ടൊന്ന് കൊത്ത് കിട്ടി എനിക്ക്. അതുപോലെ തന്നെ ഒട്ടകത്തിനുള്ള ഇലകളും നമുക്കവർ തരുന്നുണ്ട്. അതുപോലെ കഴുതയ്ക്കുള്ള പുല്ല്, അതുപോലെ കുതിരയ്ക്കുള്ള ഇലകളൊക്കെ നമുക്കവർ തരും. നമുക്കവരെ ഫീഡ് ചെയ്യിക്കാം. അവർ അധികം അടുത്തോട്ട് പോവാതെ കുറച്ച് അകലെ നിന്നിട്ട് നമുക്കവരെ ഫീഡ് ചെയ്യിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവരൊരുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടകത്തിന് ഇല കൊടുത്തപ്പോൾ അത് വളരെ സൈലൻ്റായിട്ട് വാങ്ങിച്ച് തിന്ന ഒരു പാവം പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. വളരെ ശോഷിച്ച പോലത്തെ ഒരു ഒട്ടകമാണ്. അപ്പോൾ അരയന്നങ്ങളൊക്കെ നിൽക്കുന്നത് കണ്ടോ. പിന്നെ നമ്മുടെ ഇടയിലൊക്കെ ഒരു കുഞ്ഞാട്ടിൻകുട്ടി പോലെ ഇങ്ങനെ നടക്കുന്നത്, വളരെ ഉയരം കുറഞ്ഞ ആടുണ്ട്. അവൾ പ്രഗ്നൻ്റ് ആണെന്നാണ് ആ ചേച്ചി പറഞ്ഞത്. അതിന് ഫുഡ് ക്യാരറ്റ് അരിഞ്ഞതാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചെലന്തി പോലെ, കരിമ്പൂച്ച, പിന്നെ കീരി, പിന്നെ അങ്ങനെയുള്ള കുറേ ജീവികളൊക്കെ ഉണ്ട്. കുറേതിൻ്റെ പേരൊന്നും നമുക്ക് കറക്റ്റായിട്ട് പറയാൻ അറിയില്ല. അതുപോലെ തന്നെ വെള്ള ഒരു തരം പാമ്പ്, അത് കഴുത്തിൽ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആളുകൾക്ക്. ഇവർക്കെപ്പോഴും വിസിറ്റേഴ്സ് വരുന്നത് കൊണ്ട് ഫുഡ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. എല്ലാ വിസിറ്റേഴ്സിൻ്റെ കയ്യിലും ഫുഡ് കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് എപ്പോഴും ഫീഡിങ്ങിനൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ കഴിക്കുന്ന പക്ഷികൾക്കും മൃഗങ്ങൾക്കും. ഇതുപോലെ തന്നെ ഒരു കീരിയാണെന്ന് തോന്നുന്നു കേട്ടോ അത്. അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള പ്രാവുകൾ, നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രാവുകൾ. ഇത് നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു ഫിലിമിലുണ്ടല്ലോ ഇങ്ങനെ ഒരു പ്രാവ്. അപ്പോൾ അതിനനുസരിച്ച് അനിയത്തി പാട്ട് പാടുന്നുണ്ട് കേട്ടോ, മോഹൻലാലിൻ്റെ ആ പാട്ട്. ഇപ്പോൾ കുഞ്ഞിക്ക് നടന്ന് കഴിഞ്ഞപ്പോൾ അവൾക്ക് വയ്യ, അവൾക്ക് എടുക്കണം എന്ന് പറയുകയാണ് കേട്ടോ നിങ്ങളുടെ അന്നക്കുട്ടി. അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഭാഗം നല്ല പച്ച ഗ്രീൻ നിറത്തിൽ നല്ല ഭംഗിയായിട്ട് പൂന്തോട്ടം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞങ്ങളെ യാനക്കുട്ടി ഇങ്ങനെ ഓടി നടക്കുകയാണ് എല്ലാ സ്ഥലത്തേക്കും. പക്ഷെ അവന് പിടിക്കാനും തൊടാനൊക്കെ പേടിയാണ് കേട്ടോ. അപ്പോൾ അവൻ കരയുകയാണ്. അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങോട്ട് തിരിച്ച് വരികയാണ് ചെയ്യുന്നത്. ഒത്തിരിയേറെ ചെറിയ ഒരു ഗ്രൗണ്ടിലാണ് ഈ ഒരു പാർക്ക് സെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിലും, ഈ ഒരു ഫാമിൽ സെറ്റ് ചെയ്യുന്നതെങ്കിലും ഒരുപാട് ഐറ്റംസ് പെറ്റ്സുകളെയും അതുപോലെ തന്നെ മൃഗങ്ങളെയൊക്കെ അവർ ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഒത്തിരിയേറെ പെറ്റ്സുകളൊക്കെ വിദേശികളാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കാലാവസ്ഥയുമായി ഇണങ്ങിച്ചേരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ കുറേയൊക്കെ ഇങ്ങനെ ഒരു സുഖമില്ലാത്ത മട്ടിലാണ് കുറേയേറെ പെറ്റ്സുകളൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. നമ്മുടെ കാലാവസ്ഥയും അവരുടെ കാലാവസ്ഥ, അവർ താമസിച്ചിരുന്ന ഇടത്ത് ജീവിച്ചിരുന്നിടത്ത് കാലാവസ്ഥകൾ കുറച്ച് ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ അവറ്റങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഒരു തണുപ്പൻ മട്ടിലൊക്കെയാണ് കിടക്കുന്നത്. ഒരുവിധം എല്ലാ പെറ്റ്സുകളേനെയും മൃഗങ്ങളേനെയും പക്ഷിമൃഗാദികളെയൊക്കെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചെറിയൊരു
സ്ഥലത്താണ് കേട്ടോ ഈ ഒരു ഫാം വില്ല സ്ഥിതി ചെയ്യുന്നത്. അന്നൂസും യാനൂസും കുറച്ച് നടന്നപ്പോൾ അവർക്ക് ക്ഷീണമായി കേട്ടോ. അപ്പോൾ അവർ എടുക്കാൻ പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ്. പിന്നെ അവർക്ക് പേടിയുണ്ട്. ഇതിൻ്റെ അടുത്തേക്കൊക്കെ കൂടിൻ്റെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ പേടിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ബേഡ്സിൻ്റെ കേജിൻ്റെ ഉള്ളിലേക്കൊക്കെ നമ്മളെ കടത്തിയിട്ട് നമുക്ക് അവയ്ക്കുള്ള ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കൂട്ടത്തോടെ നമ്മളെ കയ്യിൽ വന്നിരുന്നിട്ട് അത് കൊത്തി തിന്ന് പറന്ന് പോകും കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിലേക്കൊക്കെ കടക്കാനുള്ള എല്ലാ സിറ്റുവേഷനും ഉണ്ട്. വളരെ നന്നായിട്ടാണ് കേട്ടോ അവിടുത്തെ ജോലിക്കാരൊക്കെ എല്ലാ വിസിറ്റേഴ്സിനോടും പെരുമാറുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഓരോന്ന് പറഞ്ഞു തരുന്നതും ഓരോന്നിനെ തൊടിയിക്കുന്നതും ഒക്കെ വളരെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണെന്ന് പറയാം. പിന്നെ ഈ ഒരു വൈറ്റ് സ്നേക്കിനെയാണ് കേട്ടോ എല്ലാവരുടെ കഴുത്തിലും അവരിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ കഴുത്തിലും ഇടണമെന്ന് ചോദിച്ചു. എനിക്ക് അറപ്പാണ്, എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കഴുത്തിലിട്ടില്ല. അനിയൻ്റെ വൈഫും അതുപോലെ തന്നെ ചേട്ടനും കഴുത്തിലിട്ടു കേട്ടോ പാമ്പിനെ. കുട്ടികൾ കണ്ടോ ഈ ഒരു പഞ്ചവർണ്ണ തത്തയെ ദേഷ്യം പിടിപ്പിക്കുകയാണ് കേട്ടോ. അതിന് കൂടിൻ്റെ ഉള്ളിലൂടെ വിരലിട്ട് കൊടുക്കുമ്പോൾ അതിന് ദേഷ്യം വരികയാണ്. അപ്പോൾ അത് കടിക്കുന്നുണ്ട്. ചിലരൊക്കെ കടിച്ചിട്ട് നല്ല വേദന ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാ കുട്ടികളും അതിന് വന്നിട്ട് ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിലാണ് കൈയിട്ട് കൊടുക്കുന്നത്. ധാരാളം തത്തകളുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള നല്ല വ്യത്യസ്ത കളറുകളിലും പഞ്ചവർണ്ണ തത്തകളും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള കളറുകളാണ് തത്തയ്ക്കൊക്കെ കാണാനായിട്ട്. തത്തയൊക്കെ കാണാനായിട്ട് നല്ല ചന്തമുണ്ട്. അതെനിക്ക് നല്ല ഇഷ്ടമായി. അതുപോലെ തന്നെ ഇത് ഇഗ്വാനയാണെന്ന് തോന്നുന്നു. ഈ കല്ലുകളുടെ ജനസിൽപ്പെട്ട ഒരു ഇനാണ്. അതിനെ നമ്മുടെ മേലൊക്കെ വെച്ച് അടിപൊളി. അപ്പോൾ ഞാൻ കുറേ നിർബന്ധിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാനിത് തോളിലേക്ക് വെക്കുന്നത്. അതിങ്ങനെ വാഴയുടെ അടുത്തേക്ക് അതിൻ്റെ വാഴ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് പേടിച്ചിട്ട് അതിനെടുത്ത് മാറ്റി. അനിയൻ്റെ വൈഫിന് പേടിയൊന്നുമില്ല. അവൾ കഴുത്തിൽ പാമ്പിനെയൊക്കെ ഇട്ടു. അതുപോലെ തന്നെ ഇത് ഇഗ്വാനേനെ വെച്ചു. ബുക്കാണെന്ന് തോന്നുന്നു. അതുപോലെ ഈ മരത്തിൻ്റെ അപ്പുറത്തിരിക്കുന്നുണ്ട് ഒരു തത്ത. അപ്പം ഞങ്ങൾ ഫാമിലിയുടെ ഫോട്ടോ എടുക്കാനായിട്ട് അവിടെ നിന്നതാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് മരത്തിൻ്റെ സൈഡിലായിട്ട് ഒരു പഞ്ചവർണ്ണ തത്ത ഇരിക്കുന്നുണ്ട്. അത് ഭയങ്കര ദേഷ്യക്കാരനാണ്. അതിന് 6 മാസമായിട്ടുള്ളൂ. അത് പുതിയതായിട്ട് കൊണ്ടുവന്നതാണ് ഇതിനെ. പഞ്ചവർണ്ണ തത്തയാണെന്നാണ് പറഞ്ഞത്. 5 കളറുണ്ടോയെന്നുള്ളത് നോക്കേണ്ടി വരും. അപ്പോൾ അത് ഭയങ്കര ദേഷ്യത്തിലാണ്. ആ മരമൊക്കെ കൊത്തി കടിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ അകലെ നീങ്ങി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മുഴുവനായിട്ടും പക്ഷിക്കൂട്ടിൽ കയറിയിട്ടുള്ള വീഡിയോസ് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി എടുക്കാൻ കുറച്ച് മെനക്കെടാണ്. കുറേ മുമ്പ് എടുത്ത വീഡിയോസ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ വീണ്ടും അനിയൻ്റെ വൈഫും ഹസ്ബൻഡൊക്കെ കയറിയിട്ടുണ്ട്. ആൻറ്റിയൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ അവർ പക്ഷികളെ ഫീഡ് ചെയ്യിക്കുന്ന ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് നിൽക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് അവർ കൂട്ടത്തോടെ വന്ന് ഫീഡ് ചെയ്യുന്നത് കാണാനായിട്ട്. പിന്നെ അതുപോലെ അതിന് കഴുത്തിൽ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അവൾക്കങ്ങനെ പേടിയൊന്നുമില്ല. ഇട്ട് കഴിഞ്ഞപ്പോൾ അത് തല തിരിച്ചപ്പോൾ അവൾക്കൊരു ചെറിയ ഭയം വന്നു. അപ്പം അനിയൻ്റെ വൈഫ് ശിവനാണെന്ന് പറഞ്ഞ് ബാക്കിൽ കൈയൊക്കെ വെക്കുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ പക്ഷികളുടെയൊക്കെ കൂട്ടിൽ ഇതുപോലെ ഒരു കാട് പോലെ ചിത്രീകരിച്ചിട്ട് അവർ ചിത്രരചനയൊക്കെ നടത്തിയിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ കുറേ എനിക്ക് പേരൊന്നും അറിയില്ല. ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കിയാൽ ഇതിൻ്റെ പേരുകളൊക്കെ അറിയാം, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ സ്നേക്ക്, വെള്ളത്തിലുള്ള സ്നേക്കാണെന്ന് തോന്നുന്നു. അതൊരു വെള്ളത്തിലാണ് കിടക്കുന്നത്. അതുപോലെ കണ്ട് ഇവരൊക്കെ ഒരു ക്ഷീണിച്ച പോലെയാണ് ഈ മൃഗങ്ങളൊക്കെ, ഇതുപോലത്തെ ഈ ജീവികളൊക്കെ കിടക്കുന്നത്.
അതിന് ചൂട് സഹിക്കാണ്ടാന്ന് തോന്നുന്നു കേട്ടോ. മലമ്പാമ്പ് പിന്നെ നല്ല ഉഷാറായിട്ട് കിടക്കുന്നുണ്ട്, ഫുഡൊക്കെ അടിച്ച് കൂട്ടത്തിനായിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല വെള്ള എലികളും മറ്റുള്ള കളറിലുള്ള എലികളൊക്കെ കണ്ടോ, ഡിഫറൻ്റായിട്ടുള്ള എലികളൊക്കെ ഉണ്ട്, ധാരാളം എലികളുണ്ട് ഇവിടെ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എലികളായിട്ട്. അതുപോലെ തന്നെ കുറേ പ്രാവശ്യമൊക്കെ എല്ലാവരുടെ കഴുത്തിലിട്ട് കൊടുത്തതിന് ശേഷം ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ആ പാമ്പിന് ഇതിൻ്റെ കൂട്ടിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ മെരുവാണെന്ന് തോന്നുന്നു, നമ്മളെ തെങ്ങിൻ്റെയും പനയുടെ ഒക്കെ മുകളിലുള്ള മെരുവാണെന്ന് തോന്നുന്നു. തവളകൾ കണ്ടില്ലേ, ചെടിയൊക്കെ വെച്ചിട്ട് ചെടിയിലാണ് ഒരുപാട് പക്ഷികളുണ്ട്. എന്തായാലും ഒരുപാട് പെറ്റ്സുകളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അവർ. ഈ പെറ്റ്സിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കാണാനൊക്കെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് തന്നെ കണ്ടു തരും കേട്ടോ. കുറച്ച് സ്ഥലപരിമിതി വളരെ കുറവാണ്. പെറ്റ്സിനൊക്കെ ഒരുവിധം എല്ലാ പെറ്റ്സുകളേനും ജീവികളേനും ഒക്കെ അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. താറാവാണ്. കുറേ എണ്ണത്തിൻ്റെ പേര് നമുക്കറിയാം. അതുപോലെ തന്നെ മുയലുകൾ ധാരാളം ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള മുയലുകളൊക്കെ ഉണ്ട്. പുല്ലൊക്കെ തിന്നും. അതുപോലെ തന്നെ മുഖമൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. എപ്പോഴും ഫുഡിങ്ങാണ് ഇവരെ മെയിൻ ഹോബിയെന്ന് തോന്നുന്നു. ഫുഡിങ് എപ്പോഴും ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ കേജിനും ഓരോ ഇനങ്ങൾക്കും ഉള്ള അവരെ പരിചരിക്കാനായിട്ടുള്ള ആൾക്കാർ സെപ്പറേറ്റ് ഉണ്ട്. ഫുഡ് കൊടുക്കാനായാലും ഓരോ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആളുകൾ ഉണ്ട് അവരെ കെയർ ചെയ്യാനൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ 2 അരയന്നങ്ങൾ ഒരു ചെറിയ പോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. അതിലിങ്ങനെ നീന്തി തെളിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ പാമ്പിനെ വിശാലമായിട്ടിടുന്നൊരു വീഡിയോ ആണ് വേറെ കുറെ കുട്ടികൾ വന്നിട്ട് തത്തയുടെ വായിൽ വിരലിട്ട് കൊടുക്കുമ്പോൾ അതിന് ദേഷ്യം പിടിച്ചിട്ട് ആകെ ചിഹ്നം വിളിക്കുകയാണ്. അതുപോലെ തന്നെ വേറെ കുറേ മുയലും കുട്ടികളുണ്ട്, ചെറിയ മുയലും കുട്ടികൾ. ഇത് വീണ്ടും അവർ പക്ഷിക്കൂട്ടിൽ കയറിയതാണ് കേട്ടോ. ആൻറ്റിയുടെ കയ്യിൽ ധാരാളം വന്നിട്ടുണ്ടായിരുന്നു. തത്തയാണോ ലവ് ബേർഡ്സാണോ എന്താണെന്നൊന്നും അറിയില്ല. തത്തയാണെങ്കിൽ വളരെ ചെറിയ തരത്തിലുള്ളൊരു തത്തയാണ്. നല്ല ഡിഫറെൻറ്റ് കളറാണ് തോന്നുന്നു. അതിൻ്റെ കൊക്കൊക്കെ കാണുമ്പോൾ തത്തയുടെ പോലെ ഉണ്ട്, പക്ഷേ ഇത് ലവ് ബേർഡ്സ് ആയിരിക്കാനാണ് സാധ്യത. തത്തയാണെങ്കിൽ കുട്ടി പറിക്കുമായിരിക്കും. നല്ല വൈറ്റ് പാരറ്റ് കണ്ടോ. അപ്പോൾ ഒരു കൂട്ടം ആളുകളെ ഈ കേജിൻ്റെ ഉള്ളിലേക്ക് കടത്തി കഴിഞ്ഞാൽ 4 ആൾ വീതമാണ് കടത്തുന്നത്. കടത്തി കഴിഞ്ഞാൽ പിന്നെ വിസിറ്റേഴ്സ് അവിടെ നിർത്തിയിട്ടുണ്ടാവും. നമ്മളുടെ ഊഴം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ കയറ്റാനായിട്ട്. നല്ല ഭംഗിയുണ്ട് അവർ വന്നിരിക്കുന്നത് കാണാനായിട്ട്. നല്ല സൂപ്പറാണ്. എന്തായാലും പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ ധാരാളമുണ്ട്. വീണ്ടും ഞാൻ റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അതുപോലെ തന്നെ എമ്മു, ഗിനിക്കോഴി, ഒട്ടകപ്പക്ഷി, അങ്ങനെ എല്ലാ ഇനത്തിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലവ് ബേർഡ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വില്ലയിലെ കാഴ്ചകളൊക്കെ. അപ്പോൾ ഇത് ഞങ്ങൾ വെക്കേഷനിൽ പോയതാണ്. അത് ഇടാനായിട്ട് കുറച്ച് വൈകിയത് എന്താണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞോളൂ. അപ്പോൾ
നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ എപ്പോഴും മുൻപിലും ഒഴിവുള്ളപ്പോൾ പോകാനൊക്കെ പറ്റിയൊരു നല്ല സ്ഥലമാണ്. 50 രൂപ കുറച്ച് കൂടുതലല്ലേ എന്ന് ഞങ്ങൾക്കും തോന്നിപ്പോയിട്ടുണ്ട്. ആദ്യം ഇതിന് ടിക്കറ്റ് തുടങ്ങിയ അവസരത്തിൽ 100 രൂപയായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. ഞങ്ങൾ പോയ സമയത്ത് 150 രൂപയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. താങ്ക്സ്.